ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡർ ആസ്പെക്റ്റിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ യുവത മുഴുവനായിട്ട് മനസ്സിലാക്കാത്ത ഒരു കാര്യവും ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലെ തൊഴിലവസരങ്ങളെ കുറിച്ചിട്ടാണ്. ഇന്ന് പലരും കരുതിയിരിക്കുന്നത് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിലെ തൊഴിലവസരം എന്നാൽ വെയർഹൗസിൽ ഒതുങ്ങുന്ന ഒരു ജോബാണ് എന്നുള്ളതാണ്, അതല്ലെങ്കിൽ ഒരു കാർഗോ ബുക്കിംഗ് ഏജന്റിൽ ഒതുങ്ങുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. അതിനുമുപരി വിശാലമായ ഒരു വ്യവസായം ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തെല്ലാമാണ് തൊഴിലവസരങ്ങൾ? ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം ഇൻഡസ്ട്രി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്, സ്റ്റാർട്ടപ്സ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനികൾ, ട്രേഡിംഗ് ഫേംസ്, ട്രാൻസ്പോർട്ട് കമ്പനികൾ, ഫ്രൈറ്റ് ഫോർവേഡിംഗ് കമ്പനികൾ, ഷിപ്പിംഗ് കമ്പനികൾ, എയർ കാർഗോ കമ്പനികൾ, ഇതെല്ലാം ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഒരു തൊഴിലവസരം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറും ഒരു വെയർഹൗസ് മാത്രം അല്ല. വെയർഹൗസ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗം മാത്രമാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന വിശാലമായ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന വ്യവസായങ്ങൾ മാത്രമാണ് ലോജിസ്റ്റിക്സും വെയർഹൗസും എല്ലാം. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ജോലി കിട്ടാം ഒരു ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ? പ്രൊഡക്ഷൻ മുതൽ ലോജിസ്റ്റിക്സ് ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയും ലോകത്തിലില്ല. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ കാർഗോ മൂവ്മെന്റ് അല്ലെങ്കിൽ സർവീസ് മൂവ്മെന്റ് എന്നതിനെ കുറിച്ചിട്ടാണ്. ലോജിസ്റ്റിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തിന് നിലനിൽപ്പില്ല. ഇന്ന് ഇന്ത്യയിലെ തന്നെ കാര്യമെടുക്കാം. ഇന്ന് ഇന്ത്യ LPI ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ്, വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 36-ാമതാണ്. അതേപോലെ തന്നെ 11 വർഷം മുമ്പ് ലോകത്തെ 11ാമത്തെ വലിയ എക്കോണമി ആയിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ 4ാമത്തെ വലിയ എക്കോണമിയാണ്. അതേപോലെ തന്നെ റെയിൽവേയുടെ കാര്യത്തിൽ ഇന്ത്യ 4ാമത്തെ വലിയ റെയിൽവേ നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യമാണ്. 7500 കിലോമീറ്റർ കോസ്റ്റൽ ലൈൻ, 1,45,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും അതേപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി ബൂമിംഗ് ആയിട്ട് ഉണ്ട് എന്ന് പറയാൻ കാര്യം ചരക്ക് ഗതാഗതത്തിന് മാത്രമായി ഫ്രൈറ്റ് കോറിഡോർസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഈസ്റ്റേൺ ഫ്രൈറ്റ് കോറിഡോർ, അതായത് പഞ്ചാബിനെ വെസ്റ്റ് ബംഗാളുമായിട്ട് ഘടിപ്പിക്കുന്ന ഈസ്റ്റേൺ ഫ്രൈറ്റ് കോറിഡോർ, മഹാരാഷ്ട്രയെ ഉത്തർപ്രദേശുമായി ഘടിപ്പിക്കുന്ന വെസ്റ്റേൺ ഫ്രൈറ്റ് കോറിഡോർ, ഡബിൾ ഡെക്കർ ട്രെയിൻസ്, എയർ കാർഗോ മൂവ്മെൻറ്റ്, ഇതെല്ലാം കൊണ്ട് ഇന്ത്യ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ മുൻപന്തിയിലേക്ക് കുതിക്കുകയാണ്. 2030 $353 ബില്യൺ വ്യവസായമാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി മാത്രം ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് $224 മില്യൺ ആണെന്നുണ്ടെങ്കിൽ അത് 2030 അന്ന് ഇന്ത്യ 3ാമത്തെ വലിയ എക്കോണമി ആകും എന്നാണ് കണക്കുകൾ. അപ്പോൾ നമുക്ക് അനുമാനിക്കാം എത്ര വേഗത്തിലാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി മുൻപോട്ട് പോകുന്നത്. അതിനൊപ്പം തന്നെ എത്രത്തോളമാണ് തൊഴിലവസരങ്ങൾ. നമ്മൾ എപ്പോഴും തൊഴിലവസരങ്ങൾ തേടുമ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് വേണം മുൻപോട്ട് പോകാൻ. ഏതൊക്കെ ഇൻഡസ്ട്രികളാണ്? ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ തന്നെ എന്തെല്ലാം സെഗ്മെന്റുകളുണ്ട്? ഓരോ സെഗ്മെന്റിലുമുള്ള തൊഴിലവസരങ്ങൾ എത്രയാണ്? ആ തൊഴിലവസരങ്ങളുടെ ഉയർച്ച എത്രത്തോളമുണ്ട്? പണ്ട് പല ആൾക്കാരും വിദേശങ്ങളിലേക്ക് പോകുമായിരുന്നു ലോജിസ്റ്റിക്സ് കഴിഞ്ഞിട്ട്, UK, യൂറോപ്പ് എന്നുള്ള രാജ്യങ്ങളിലേക്ക്. ഇന്ന് അവസ്ഥ മാറിയിരിക്കുന്നു. UK, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് തൊഴിൽ തേടി ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അതുപോലെയാണ് ഇന്ത്യയിലെ GDP, അതുപോലെയാണ് ഇന്ത്യയിലെ വ്യവസായം. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യവസായമാണ് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി.